ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഷീനൂസ് കുക്കറി. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഈ മാംഗോയും 5 ബ്രെഡ് സ്ലൈസസും വെച്ചിട്ട് ഒരു മാംഗോ ലഡു ആണ്. അപ്പൊ നമുക്കത് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അപ്പൊ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഈ 5 സ്ലൈസസ് ഓഫ് ബ്രെഡ് നമുക്ക് ബ്രെഡ് ക്രംസ് ആക്കിയിട്ട് എടുക്കാം. അപ്പൊ ഞാനിവിടെ മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ബ്രെഡ് ഇട്ട് കൊടുക്കാം. നമുക്ക് ഇനി മിക്സിയിൽ അടിച്ചിട്ട് ഇത് ബ്രെഡ് ക്രംസ് ആയിട്ട് എടുക്കാം. അപ്പൊ അതേ നമ്മുടെ ബ്രെഡ് ക്രംസ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. നമ്മൾ എടുത്തിട്ടുള്ള മാമ്പഴം ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നന്നായിട്ട് മിക്സിയിൽ അടിച്ചെടുത്തിട്ട് വരാം. വെള്ളം ഒട്ടും തന്നെ ആഡ് ചെയ്യാണ്ടാണ് ഞാൻ മാമ്പഴം അടിച്ചെടുത്തിട്ടുള്ളത്. ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. പാൻ ഇവിടെ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കാം. ഇപ്പൊ നെയ്യ് ഇവിടെ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് അടിച്ചു വെച്ചിട്ടുള്ള മാമ്പഴം ചേർക്കാം. നമുക്കത് കുറച്ചു നേരം നെയ്യിലിട്ടിട്ട് വഴറ്റി കൊടുക്കാം കേട്ടോ. നമുക്ക് ഈ മാമ്പഴത്തിന്റെ പൾപ്പേ ചെറുതായിട്ട് ഒന്ന് വഴറ്റി കൊടുത്തിട്ട് ഇത് ഒന്ന് കുറുക്കിയെടുക്കണം കേട്ടോ. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കുന്നുണ്ട്. നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമുക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ആഡ് ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് ഇത് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പ് ചേർക്കുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ മാമ്പഴത്തിന്റെ പൾപ്പ് നന്നായിട്ട് കുറുകിയിട്ടുണ്ട്. ഈ പാത്രത്തിൽ നിന്നൊക്കെ അത്യാവശ്യം വിട്ടു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബ്രെഡ് ക്രംസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പൊ നന്നായിട്ട് തന്നെ ഒന്ന് യോജിപ്പിച്ചെടുക്കണം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണേ ചെയ്ത് കൊടുക്കാൻ. ഇതിലേക്ക് 1 സ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നന്നായി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് ഇവിടെ ഫ്ലെയിം ഓഫ് ആക്കാം. നമുക്കിനി ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ചെറിയ ബോൾസ് ആയിട്ട് ഉരുട്ടിയെടുക്കാം. അപ്പൊ ഒരു ഇളം ചൂടോട് കൂടിയിട്ട് തന്നെ ഇത് നന്നായിട്ട് കുഴച്ചിട്ട് നമുക്ക് ബോൾസ് ആക്കി എടുക്കാം കേട്ടോ. ഇങ്ങനെ നമുക്ക് ഓരോ ചെറിയ ബോൾസ് ആക്കിയിട്ട് എടുക്കാം. അപ്പൊ ഇതാണ് നമ്മൾ ഉരുട്ടിയെടുത്ത മാമ്പഴ ലഡു. അപ്പൊ അത് കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഇനി വേറൊരു സൂത്രം കൂടി ഉണ്ട്. ഞാനൊരു സൂത്രം ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അത് ഇതാണ്. ഡെസിക്കേറ്റഡ് കോക്കനട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ മാംഗോ ലഡു ഈ ഡെസിക്കേറ്റഡ് കോക്കനട്ടിൽ റോൾ ചെയ്തെടുക്കാം കേട്ടോ. നമുക്ക് അങ്ങനെ ഓരോന്നും റോൾ ചെയ്ത് എടുക്കാം. അപ്പൊ ഇതാണ് നമ്മൾ ഡെസിക്കേറ്റഡ് കോക്കനട്ടിൽ റോൾ ചെയ്തെടുത്ത നമ്മുടെ മാംഗോ ലഡു. അപ്പൊ ഈ ഒരു മാമ്പഴക്കാലത്ത് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഈ മാംഗോ വെച്ചിട്ട് ഈ ലഡു തയ്യാറാക്കി എടുക്കാം. അപ്പൊ നിങ്ങൾ തീർച്ചയായും ഇന്ന് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള ഈ റെസിപ്പി വീട്ടിൽ തയ്യാറാക്കി നോക്കി അഭിപ്രായം ഒന്ന് അറിയിക്കണേ. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും സപ്പോർട്ടും ചെയ്യണേ.